ഹായ് ഫ്രണ്ട്സ്, സാധാരണയായിട്ട് നമ്മൾ വിഷുവിനും ഓണത്തിനുമൊക്കെ ശർക്കര വരട്ടിയാണല്ലോ തയ്യാറാക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പഞ്ചാര വരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇവിടെ 4 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം. ഇതിന്റെ 2 സൈഡും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ തൊലിയിൽ മാത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ച് നമുക്കിതിന്റെ തൊലി കളഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ ഈ നേന്ത്രക്കായ ആണെങ്കിൽ കറ പോകുന്നതിന് വേണ്ടി ഇവിടെ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊലി കളയുന്ന സമയത്ത് ഈ വെള്ളത്തിൽ കൈ മുക്കിയ ശേഷം നമ്മൾ ഈ തൊലി കളഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കറ പറ്റാതെ തന്നെ നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ നേന്ത്രക്കായയുടെ കറ പോകുന്നതിന് വേണ്ടി നമുക്ക് ഈ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ബാക്കി 4 നേന്ത്രക്കായും നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതിന്റെ വെള്ളം ചെറുതായിട്ടൊന്ന് തുടച്ച് കളഞ്ഞ ശേഷം നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് മുറിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നടുകെ ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ച ശേഷം ഇത് നമുക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇത് ഒരേ കനത്തിൽ വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ വരത്തുള്ളൂ. അങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ നേന്ത്രക്ക ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേന്ത്രക്ക ഇട്ട് കൊടുക്കാം. നമ്മളിത് നേന്ത്രക്ക കൈ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം കയ്യിൽ എണ്ണ തെറിക്കാതെ. അങ്ങനെ എണ്ണ തെറിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ കോരിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്ത് എണ്ണയിലേക്ക് വെച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടിയിടാൻ പാടില്ല. തീ കൂട്ടിയിട്ടാൽ അതിന്റെ പുറം ഭാഗം വേവുകയും ആകാം, വേവാതിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നല്ലതായിട്ട് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. കായ വറുത്തത് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇനി പഞ്ചസാര ലൈനി തയ്യാറാക്കാൻ. ഇനി നമുക്കിവിടെ പഞ്ചസാര ലൈനി തയ്യാറാക്കുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടിയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര ഇവിടെ ചെറുതായിട്ടൊന്ന് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മാത്രം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതൊരു നൂൽ പരുവം ആവുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ. ഇവിടെ നൂൽ പരുവം ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന കായ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ചുക്കുപൊടിയും ഇട്ട് കൊടുത്ത് നല്ലതായി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളിവിടെ ഈ സമയത്ത് പഞ്ചസാര ലൈനി കൂടി പോവാണെന്നുണ്ടെങ്കിൽ വറുത്ത അരിപ്പൊടി 1 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ പഞ്ചാര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.